ദൈവത്തിനു മഹത്വം. യേശുക്രിസ്തുവിൻ്റെ വീണ്ടും വരവും പ്രവചന പഠനമെന്ന 159 ഭാഗത്തേക്ക് ഏവരെയും പ്രാർത്ഥനയോടെ ക്ഷണിച്ചുകൊള്ളുന്നു. അഞ്ചാമത്തെ ന്യായാധിപന്റെ പേര് ഗിദെയോൻ എന്നാണ്. ദെബോരയുടെ മരണശേഷം അവർ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമാതി ചെയ്തു. 7 വർഷം മിദ്യാനുടെ കയ്യിൽ ആയി. ഇസ്രായേലിനെ സംബന്ധിച്ച് നേതൃത്വം മാറുന്ന ആ സമയം നോക്കി ഒരു കൂട്ടം ആളുകൾ അന്യദൈവത്തിന് പിന്നാലെ പോകും. ആ പോക്ക് പോകുമ്പോൾ അടുത്തുള്ള രാജ്യക്കാരെ ഇവരെ പരാജയപ്പെടുത്തി അടിമകളാക്കി മുന്നോട്ട് പോകുന്ന സമ്പ്രദായം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഇസ്രായേൽ അറിഞ്ഞിട്ടും പിന്നെയും ഈ ദൈവ വഴി വിട്ടു പോകുവാൻ അവരെ പ്രേരിപ്പിക്കുന്ന കാര്യമെന്ന് പറയുന്നത് അത് ശരിയാമണ്ണം ദൈവത്തെ അറിയാത്തത് കൊണ്ടാകുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ പരാജയവും ദൈവ വഴി വിട്ടു പോകുന്നതിൻ്റെ പ്രധാനമായ കാരണം ദൈവം ആരാണെന്നും വിശുദ്ധ ബൈബിൾ എന്താണെന്നും തിരിച്ചറിയാത്തതിൻ്റെ പ്രശ്നമാണ് ഇന്ന് നമ്മുടെ ആത്മീയ മണ്ഡലത്തിൽ നടക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ കൃപ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ സാത്താൻ അങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്നവരെ അവൻ്റെ കെണിയിൽ അകപ്പെടുത്തും എന്നുള്ള കാര്യം കൂടെ ഓർത്തുകൊള്ളുക. ഇസ്രായേൽ വീടുകളിൽ താമസിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളായി. കാരണം ദൈവകൃപ വിട്ടുപോയപ്പോൾ മിദ്യാനിൽ വന്ന് കൊള്ളയടിക്കാൻ തുടങ്ങി. അവർക്ക് മനോഹരമായ വീടുകൾ ഉണ്ടായിട്ടും ഭയപ്പെട്ട് പർവ്വതങ്ങളിലും അതുപോലെ തന്നെ ഗുഹകളിലും ദുർഗങ്ങളും അവർ ശരണമാക്കേണ്ട സാഹചര്യം വന്നു. ചുരുക്കം പറഞ്ഞാൽ അവരെ ഗുഹകളൊക്കെ ഉണ്ടാക്കി, ദുർഗങ്ങളൊക്കെ ഉണ്ടാക്കി മരണത്തെ ഭയപ്പെട്ട് താമസിക്കുന്ന ഒരു കാലം. മിദ്യാനിൽ വന്നിട്ട് ഇസ്രായേലിന്റെ കൂടാരങ്ങളിൽ പാർക്കുന്നവരെ പിടിച്ചു കൊണ്ടുപോയി അടിമകളാക്കി കൊണ്ടുപോകുന്ന ഒരു കാലം. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ നമ്മൾ 6-ാമത്തെ വാക്യം വരെയും വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇസ്രായേലിനെ രക്ഷിക്കുന്നതിന് വേണ്ടിയും അവർക്ക് വേണ്ടി ഒരു രക്ഷകനെ ദൈവം ക്രമീകരിക്കുവാൻ യോശിയാവിൻ്റെ കരുവേലകത്തിൻ്റെ കീഴിൽ ദൂതൻ വന്നിരുന്നു. ആർക്ക് വേണ്ടി ചോദിച്ചാൽ ഗിദെയോൻ എന്ന് പറഞ്ഞ ഒരു ശക്തനെ തേടി. ശക്തനെന്ന് മാത്രമല്ല, നല്ലൊരു ആത്മീയനും കൂടെയാണ്. ദൈവത്തെ ഭയപ്പെടുന്ന ഗിദെയോനെ തേടി കരുവേലകത്തിൻ്റെ കീഴിൽ വന്നിരുന്നു. ഒരല്പസമയം കഴിഞ്ഞപ്പോൾ ഗിദെയോൻ അവിടെ തൻ്റെ ജോലിയുള്ള ബന്ധത്തിൽ കടന്നു വരുന്നു. ഗിദെയോനെ കണ്ട ഉടനെ ദൂതൻ വിളിച്ച പേര്, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട്. കാരണം ദൈവത്തിന് ഓരോരുത്തരെ പറ്റി അറിയാം. ദൂതൻ പറഞ്ഞപ്പോഴാണ് താൻ പരാക്രമശാലിയാണോ അല്ലയോ എന്ന് ചിന്തിക്കാൻ തുടങ്ങിയത്.
നമ്മളെക്കാൾ നന്നായിട്ട് അറിയുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. പലപ്പോഴും നമ്മളെ മുഴുവനായി നമ്മളെ അറിയാൻ നമുക്ക് സാധിക്കുകയില്ലെങ്കിലും നമ്മളെ മുഴുവൻ അറിയുന്ന ഒരു ദൈവമുണ്ട്. നഥനേലിനെ കണ്ടപ്പോൾ നമ്മുടെ കർത്താവ് പറഞ്ഞു, നഥനേൽ പോലും ചിന്തിക്കാത്തൊരു കാര്യമാണ്, ഇവൻ സാക്ഷാൽ ഇസ്രായേലിൻ, ഇവനിൽ കപടമില്ലെന്ന്. ആദ്യമായാണ് ഇവർ തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നത്. നഥനേൽ വല്ലാതായിപ്പോയി. നഥനേൽ ചോദിച്ചു, എങ്ങനെ അറിയാമെന്ന് ചോദിച്ചു. നഥനേൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വാക്ക് കേൾക്കുന്നത്. എന്നതുപോലെ നമ്മുടെ ഗിദെയോനോട് ചോദിക്കുന്ന ചോദ്യമാണ്, പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട്. എൻ്റെ ഈ ചെറിയ ക്ലാസ്സിൽ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പ്രയാസമോ ഏതെങ്കിലും ബുദ്ധിമുട്ടോ നമുക്ക് സഹിക്കാൻ വയ്യാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പെട്ടെന്ന് വാടിപ്പോകുന്ന ഒരു സ്വഭാവം നമ്മളിലുണ്ട്. എന്നാൽ ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. നമ്മൾ ഒരു ദിവസം കുറെ നേരമൊക്കെ പറയണേ, ദൈവം എന്നോട് കൂടെ ഉണ്ട്, ദൈവം എന്നോട് കൂടെ ഉണ്ട്, എനിക്കൊന്നും സംഭവിക്കുകയില്ലെന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് പറഞ്ഞു നോക്കിക്കേ. നമ്മുടെ മുമ്പിലുള്ള എല്ലാ പ്രശ്നങ്ങളും മഞ്ഞുപോലെ ഉരുകിപ്പോകുവാൻ സാധിക്കും. ദൈവം നമ്മോട് കൂടെ ഉണ്ടെന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് പറഞ്ഞു നോക്കുക. ഗിദെയോൻ 3 ചോദ്യം അങ്ങോട്ട് ചോദിക്കുകയാണ്. നിന്നോട് കൂടെ ദൈവം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ 3 ചോദ്യം. ഒന്നാമത്തെ ചോദ്യം, യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്കിത് ഭവിക്കുമോ? നമ്മുടെയൊക്കെ ചോദ്യം ഇത്, വിശ്വാസിയുടെ ഒക്കെ ചോദ്യമാണിത്. ഗിദെയോന്റെ ചോദ്യം അത് തന്നെയായിരുന്നു. രണ്ടാമത്തെ ചോദ്യം, യഹോവ നമ്മെ മിസ്രമേന്ന് കൊണ്ടുവന്നു നമ്മുടെ പിതാക്കന്മാരോട് അറിയിച്ച അത്ഭുതങ്ങൾ എവിടെ? ഒരുപാട് അത്ഭുതങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു, പറഞ്ഞു കൊടുത്തു. ഇപ്പോൾ നമ്മൾ അടിമയാണ്. മൂന്നാമത്തെ ചോദ്യം, ഇപ്പോൾ യഹോവ നമ്മെ ഉപേക്ഷിച്ചു. കാര്യം മനസ്സിലായി, ഗിദെയോന് മനസ്സിലായി. ഗിദെയോൻ സത്യസന്ധനാണെങ്കിലും യഹോവ ഉപേക്ഷിച്ചു. കാരണം എന്ത്? യഹോവയെ ഉപേക്ഷിച്ചത് കൊണ്ടാണ്. നമ്മൾ കാര്യം മനസ്സിലാക്കുക. ഈ ഇസ്രായേൽ മക്കൾ ഇപ്പോൾ ഈ ആയിരിക്കുന്ന സാഹചര്യത്തിൽ ഗിദെയോൻ പറയുന്നത്, യഹോവ നമ്മെ ഉപേക്ഷിച്ചു. സത്യത്തില് ഇവരെ യഹോവ ഉപേക്ഷിച്ചത് മിദ്യാന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുവല്ലോ. ഈ 3 ചോദ്യം ഈ ദൂതനോട് ചോദിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും ഈ ചോദ്യങ്ങൾ ഉണ്ടാകാം. അതിൻ്റെ ഏക ഉത്തരം, ഒരു കാരണവശാലും ദൈവത്തെ വിട്ടു പോകരുതേ എന്നുള്ള ഒരു ആലോചന പറഞ്ഞുകൊണ്ട് ദൈവോന്നയിച്ചാൽ ക്ലാസ് തുടരാൻ ആഗ്രഹിക്കുന്നു. പ്രാർത്ഥിക്കുക, ഭാരതത്തിനോട് പ്രാർത്ഥിക്കുക, കരഞ്ഞു പ്രാർത്ഥിക്കുക. ഒരു ഉണർവുണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് വരാറായി. അതിനുവേണ്ടി ഉണരുക. ദൈവം നമ്മളെ സഹായിക്കട്ടെ.